ഋഷഭിന്റെ ബാനറായ ഋഷഭ് ഷെട്ടി ഫിലിംസ് മൈത്രി മൂവി മേഖീകരിച്ച് ജയ് ഹനുമാൻ നിർമ്മിക്കുമെന്നതാണ് ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും പുതിയ വാർത്ത. മൈത്രി മൂവി മേക്കേഴ്സിന്റെ നവീൻ ഇർമീനിയും വായ രവിശങ്കറും ചേർന്ന് നിർമ്മിച്ച് സീരീസിന്റെ ഭൂഷൺ കുമാർ അവതരിപ്പിക്കുന്ന പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒന്നിലധികം ഭാഷകളിൽ നിർമ്മിച്ച് പുറത്തിറക്കുന്ന ഒരു പാൻ ഇന്ത്യൻ പ്രോജക്റ്റായിട്ടാണ് ഒരുങ്ങുന്നത്. മൈത്രി മൂവി മേക്കേഴ്സുമായി സഹകരിച്ച് ഋഷഭ് ഷെട്ടി ഫിലിംസ് ജയ് ഹനുമാൻ എന്ന ചിത്രം ഒരുക്കുന്നു. ഋഷഭ് ഷെട്ടി തന്റെ നിർമ്മാണ കമ്പനി വിപുലീകരിക്കുന്നതിനൊപ്പം തന്നെ പുതിയൊരു തിരക്കഥയിൽ പ്രവർത്തിക്കുകയും ഭാര്യ പ്രഗതി ഷെട്ടിയെ ജയ് ഹനുമാനിൽ കൂടുതൽ സജീവമായ നിർമ്മാണ മേഖലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഋഷഭ് ഷെട്ടിയുടെ സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുമ്പോഴും ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ അദ്ദേഹം ജോലിയിൽ ഉറച്ചു നിൽക്കുന്നു. നിലവിൽ ഹൈദരാബാദിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഋഷഭ് സംവിധായകൻ പ്രശാന്ത് വർമ്മയുടെ ജയ് ഹനുമാന്റെ സെറ്റുകളിൽ ചേരാൻ ഒരുങ്ങുകയാണ്. അഞ്ചന്ത്രി ബേട്ടയിൽ മുഹൂർത്തത്തിന് ശേഷം ചിത്രീകരണം ആരംഭിച്ച ഈ പ്രോജക്റ്റ് വേഗത്തിൽ പുരോഗമിക്കുകയാണ്. മെയ് മാസത്തിൽ അദ്ദേഹം ചിത്രീകരണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ലുക്ക് ടെസ്റ്റുകളിലും മറ്റ് പ്രീ പ്രൊഡക്ഷൻ തയ്യാറെടുപ്പുകളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. എം കീരവാണി സംഗീതം, എസ് തിരുനാവുക്കരശു ഛായാഗ്രഹണം, ശ്രീനാഗേന്ദ്ര തങ്കള പ്രൊഡക്ഷൻ ഡിസൈൻ എന്നിവ നിർവഹിക്കുന്നു. നിർമ്മാണ രംഗത്ത് ഭാര്യ പ്രഗതി ഷെട്ടി കൂടുതൽ സജീവമായ ഒരു വേഷം ഏറ്റെടുക്കുമെന്ന് ഋഷഭ് പറഞ്ഞു. യാത്രയിലുടനീളം പ്രഗതി ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ നിർമ്മാണ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ സങ്കീർണതകൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അവർക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. അവർ ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഋഷഭ് ഷെട്ടി ഫിലിംസിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും, അദ്ദേഹം പങ്കുവച്ചു. അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും ഋഷഭ് തന്റെ അടുത്ത തിരക്കഥ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും ചിത്രത്തിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ സംവിധായകൻ തീരുമാനിച്ചു. ശരിയായ സമയത്ത് വിഷയത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതേസമയം ഋഷഭ് ഷെട്ടി ഫിലിംസ് പുതിയ സ്ക്രിപ്റ്റുകൾ സജീവമായി കേൾക്കുന്നു. പുതിയ കന്നഡ പ്രതിഭകളെ വളർത്തിയെടുക്കാനും വൈവിധ്യമാർന്ന പ്രോജക്റ്റുകളുടെ ഒരു നിര കെട്ടിപ്പടുക്കാനുമാണ് ഋഷഭ് പ്രഗതിയോടൊപ്പം ലക്ഷ്യമിടുന്നത്.